പെരുമ്പാവൂരിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ മാത്രം ദൂരമുള്ള പാണിയേലിപ്പോര് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത്. ആനയോ മറ്റ് വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് അവിടെയുള്ള വീടുകളിലും പള്ളികളിലും ഒക്കെ ഇങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം തന്നെ ഏറെക്കുറെ മനസ്സിലായി കാണുമല്ലോ, നമ്മളൊരു കാട്ടിലേക്കാണ് പോകുന്നത്. ഈ സ്ഥലത്തെപ്പറ്റി പറയുവാണെങ്കിൽ ഫുള്ള് മരങ്ങളും കിളികളുടെ സൗണ്ടും ചെറിയൊരു തണുപ്പും ഒക്കെയുള്ള നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഏകദേശം 1.5 കിലോമീറ്റർ നമുക്കുള്ളിലേക്ക് നടക്കാനുണ്ട്. പക്ഷെ നമ്മൾ മടുക്കത്തൊന്നുമില്ല, കാരണം അവിടുത്തെ ആ പച്ചപ്പും മരങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയ സ്നാക്സും ചായയൊക്കെ കുടിക്കാം കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് മടുക്കും എന്നുള്ള ടെൻഷനും വേണ്ട. എനിക്കിവിടെ തോന്നിയ ഒരു ഏറ്റവും പോസിറ്റീവ് തിങ് എന്ന് പറയുന്നത് ഇവിടെ സിംഗിൾ വേസ്റ്റ് പോലും ഇല്ല കേട്ടോ. ഇൻ കേസ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ പോലും നമുക്കത് അവിടെ ഇടാൻ തോന്നില്ല, കാരണം അത്ര നീറ്റായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഒരു ട്രെക്കിംഗ് എഫക്റ്റ് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ അത്രയ്ക്കൊന്നുമില്ല. എന്നാലും ചെറിയ പാറയും കല്ലും മുള്ളും ഒക്കെ നിറഞ്ഞ വഴികളിൽ കൂടെ വേണം ഇതിൻ്റെ അറ്റത്തെത്താൻ. എന്തായാലും ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ കപ്പിളായിട്ടോ ഒക്കെ പോകാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ചകത്തേക്ക് നടന്നപ്പോഴാണ് അവിടെ ഒരു അടിപൊളി ഊഞ്ഞാൽ കെട്ടിയേക്കുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ടേൺ വെച്ച് അതിൽ ആടി കേട്ടോ. ഫുള്ള് ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ആന ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് 4 മണി വരെ അല്ലെങ്കിൽ മാക്സിമം പോയ 5 മണി വരെ അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ നടന്ന ഡെസ്റ്റിനേഷൻ്റെ അറ്റത്തെത്തി. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാനുള്ള പെർമിഷൻ ഇല്ലായിരുന്നു, കാരണം സിറ്റുവേഷൻ കുറച്ച് ഡേഞ്ചറസ് ആയിരുന്നു കേട്ടോ. അവിടെയുള്ളവർ പറഞ്ഞത് വെച്ച് ഏകദേശം ജനുവരി ടു മെയ് ടൈമിലാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാനും അവിടെ കുളിക്കാനും ഒക്കെ പറ്റുക. കാരണം അന്നേരം ഇത്രയും വെള്ളം ഉണ്ടാവില്ല, അപ്പം കുറച്ചുകൂടി സേഫ് ആയിരിക്കും. പാറയൊക്കെ വലിഞ്ഞു കയറാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു കയറിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ പിടിച്ചിങ്ങനെ കയറി പോവാം. അവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാതാശ്രീയുടെ വക ചില എൻ്റർടൈൻമെൻറ്റ് പരിപാടികൾ കണ്ടത്. ആ ഇല കയ്യിൽ വെച്ച് പൊട്ടിക്കുമ്പം ഠോ എന്ന സൗണ്ട് കേൾക്കും. പക്ഷെ മാതാശ്രീ വെച്ച് ബാക്കി എല്ലാവരും ചെയ്തത് ചീറ്റിപ്പോയി. അങ്ങനെ അവിടുന്ന് നല്ല 2 ചായയൊക്കെ കുടിച്ച് നമ്മൾ അവിടുന്ന് ഒരു 4:30 4:45 ആയപ്പോൾ ഇറങ്ങി. അവിടുന്ന് നേരെ നമ്മൾ പോയത് നക്ഷത്ര തടാകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. അത് മലയാറ്റൂർ പള്ളിയുടെ താഴെയായിട്ടൊക്കെ വരും. എന്താ പറയുക, ഭയങ്കര വൈബ് സ്ഥലം, നിറച്ച് മരങ്ങളും നല്ല ഒരു വലിയ തടാകവും. അവിടെ നിന്ന് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് പിന്നെ ചെറുക്കനെയും കൊണ്ട് അവിടുത്തെ പാർക്കിലേക്കൊന്ന് കയറിയപ്പോഴത്തേക്കും സന്ധ്യയായി. പിന്നെ നമ്മൾ അധികം നേരം നിന്നില്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ നമ്മൾ കഴിച്ചായിരുന്നു കേട്ടോ. ഈ സ്ഥലത്ത് വന്നിട്ടുള്ളവരോ അല്ലെങ്കിൽ ഇതിൻ്റെ അടുത്ത് താമസിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്തായാലും ഇന്നത്തെ ദിവസം ശരിക്കും എൻജോയ് ചെയ്തു. മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം കേട്ടോ. ബൈ.